ലൈബീരിയൻ ചരക്ക് കപ്പൽ സോമാലിയൻ തീരത്ത് നിന്ന് കടൽ കൊള്ളക്കാർ റാഞ്ചി. 15 ഭാരതീയരടക്കം ജീവനക്കാർ കപ്പലിലുണ്ട്. ഭാരത നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS ചെന്നൈ രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ നൽകാനായി ന്യൂസ് ഡെസ്കിൽ നിന്നും രാഹുൽ ജോർജ് കൂഷി ചേരുന്നുണ്ട്. രാഹുൽ, ഈ കടൽ കൊള്ളക്കാരുടെ ശല്യം അടുത്ത കാലത്തായിട്ട് വളരെ കുറഞ്ഞിരുന്ന ഒരു സമയമായിരുന്നു. അതിനിടയിലാണിപ്പോൾ ഈ സോമാലിയൻ തീരത്ത് നിന്ന് കടൽ കൊള്ളക്കാർ കപ്പൽ, ലൈബീരിയൻ പതാകയുള്ള കപ്പൽ റാഞ്ചി എന്നുള്ള വിവരം ലഭിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് 15 ഭാരതീയർ ആ കപ്പലിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നാവികസേന എങ്ങനെയൊക്കെയാണ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുള്ളത്? അതെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കടൽക്കൊള്ളക്കാരുടെ കുറച്ച് നാളായിട്ട് കടൽക്കൊള്ളക്കാരുടെ ഒരു ആക്രമണം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരുന്നാൽ ഇപ്പോൾ വീണ്ടും അത് രൂക്ഷമായി വീണ്ടും ആക്രമണങ്ങളും അതുപോലെ തന്നെ കപ്പൽ റാഞ്ചുന്ന കാര്യങ്ങളും ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ ഒരു ചരക്ക് കപ്പൽ ലില നോർഫോക്ക് എന്ന ലൈബീരിയൻ ചരക്ക് കപ്പൽ സൊമാലിയൻ തീരത്ത് നിന്ന് റാഞ്ചിയിരിക്കുന്നത്. അതിൽ 15 ഭാരതീയരാണ് ജീവനക്കാരായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ അവരെ നിരീക്ഷിച്ചു വരികയാണ് ഇപ്പോൾ ഭാരത. രാഹുൽ, ജീവനക്കാരുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചു എന്ന് ANI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, തീർച്ചയായും ഭാരത നാവികസേനയുടെ ഒരു ഒരു വിമാനം ഇപ്പോൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തിയെന്ന്, അവർ സുരക്ഷിതരായിരിക്കും എന്നുള്ള ഒരു വിവരങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ സൊമാലിയൻ തീരത്ത് വെച്ച് ഇവരെ ഈ കടൽ കൊള്ളക്കാർ റാഞ്ചിയത്. 6 ആയുധധാരികളായിട്ടുള്ള ആളുകളാണ് കപ്പലിനുള്ളിൽ പ്രവേശിച്ചത് എന്നാണ് അവസാനമായി അവർക്ക് സന്ദേശം വിമാനത്തിലേക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഭാരത നാവികസേനയുടെ ആ ഒരു INS ചെന്നൈ എന്ന യുദ്ധക്കപ്പലും ഇപ്പോൾ അവിടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ യമനി ഹൂതി ഭീകരർ ചരക്ക് കപ്പലിന് നേരെ വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കെം പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ചരക്ക് കപ്പൽ മംഗലാപുരം ലക്ഷ്യമാക്കി വന്ന ചരക്ക് കപ്പലിന് ചെങ്കടലിൽ വെച്ച് ആക്രമണം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ എല്ലാം നിരീക്ഷിച്ചു വരികയാണ്, വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് വിദേശകാര്യ വക്താവും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 15 പേരും സുരക്ഷിതരായി തന്നെ ഇരിക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്നത്. ശരി, ഭാരതീയരടങ്ങിയ ലൈബീരിയൻ കപ്പൽ സോമാലിയൻ തീരത്ത് തട്ടിക്കൊണ്ടുപോയി. എന്തായാലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുക തന്നെയാണ് നാവികസേന. വിവരങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും രാഹുൽ.